വെൽക്കം ബാക്ക് ടു സ്റ്റഡി വിത്ത് സ്നിപ്പ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് 1 ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 ചാപ്റ്റർ 1 ആയിട്ടുള്ള ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്ന പാഠഭാഗം നമ്മളെടുത്തു. അതിൽ ഒരു 1 പേജ് ആക്ടിവിറ്റി ഉണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ആക്ടിവിറ്റി പ്ലസ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്നുള്ള ഇതേ കഥയിലുള്ള ചെറിയൊരു ഫോം നമ്മളൊന്ന് നോക്കും. സോ നമുക്ക് കിടക്കാം. പേജ് നമ്പർ 31. വേർഡ്സ് ഐ ക്യാൻ റീഡ്. എനിക്ക് വായിക്കാൻ കഴിയുന്ന വേർഡ്സ്. ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദ വേർഡ്സ് യു ക്യാൻ റീഡ്. നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്ന വേർഡ്സിനെ സർക്കിൾ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. സോ ഈ കാണുന്ന വേർഡ്സുകളെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഹോങ് ഹോങ് എന്ന ചാപ്റ്ററിൽ ഓൾറെഡി ഉള്ള വേർഡ്സാണത്. സോ ഇതിലുള്ള വേർഡ്സ് നമുക്ക് നോക്കാം. ബസ്, road, cow, horn, fast, ready, jeep, sorry, light, stop, van, move, crash, lorry, sing, police, bell, run, white, blue, black, red, 3, tire, 1, wheel, color, mistake, pink, slow. ഇങ്ങനെ 36 വേർഡ്സ് ഇതിലുണ്ട്. സോ ഓരോന്നായിട്ട് നമുക്ക് വായിക്കാം. ഇതിൻ്റെ കൂടെ വായിക്കട്ടോ. സോ ലെറ്റ്സ് ലുക്ക്. സോ ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇതിലെ വേർഡ്സുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ വായിക്കാൻ കിട്ടുന്നുണ്ടോ എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. സോ നമുക്ക് ഒന്നുകൂടി വായിക്കാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് ബസ്, ബസ്, BUS, ബസ്. ഞാൻ വായിക്കുക, എന്നിട്ട് നിങ്ങൾ വായിക്കുക. ഓക്കെ, ബസ്. നെക്സ്റ്റ് നോക്കുക. റോഡ്, റോഡ്. നെക്സ്റ്റ് cow, cow. Horn, horn. Fast, fast. Ready, ready. Jeep, jeep. Sorry, sorry. Light, light. Stop, stop. Van, van. Move, move. Crash, crash. Lorry, lorry. Sing, sing. Police, police. Bell, bell. Run, run. White, white. Blue, blue. Black, black. Red, red. 3, 3. Tire, tire. 1, 1. Wheel, wheel. Color, color. Mistake, mistake. Pink, pink. Slow, slow. സോ ഇതിൻ്റെ നിങ്ങൾക്ക് അറിയാത്തതിൻ്റെ അർത്ഥം മാത്രമേ ഞാനൊന്ന് പറഞ്ഞു പോവാം. സോ നോക്ക്. ബസ്, ബസ് നമുക്കറിയാമല്ലോ, റോഡ് അറിയാം. കൗ, പശു. ഹോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോണടി ശബ്ദം, അതാണ് ഹോൺ. ഫാസ്റ്റ്, വേഗം. റെഡി എന്ന് പറഞ്ഞാൽ എന്താ, തയ്യാറാവുക, അതാണ് റെഡി. മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറുക അല്ലെങ്കിൽ നീങ്ങുക. വാൻ, അതൊരു വാഹനമാണ്. സ്റ്റോപ്പ്, നിർത്തുക. ലൈറ്റ്, ലൈറ്റ്, ലൈറ്റ്. ദെൻ സോറി. ദെൻ ജീപ്പ്. റൺ, ഓടുക. ബെൽ, ബെല്ല്. പോലീസ്, പോലീസ്. സിങ്, പാടുക. ലോറി എന്താണ്, വെഹിക്കിളാണ്, നമ്മുടെ മണ്ണ് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ലോറി. ക്രാഷ്, ക്രാഷ് എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിക്കുക, നമ്മുടെ ഹിറ്റിൻ്റെ അതേ അർത്ഥമാണ് ക്രാഷ്. ദ നെക്സ്റ്റ് വൈറ്റ്, കളറാണ്. ബ്ലൂ കളർ. ബ്ലാക്ക്, റെഡ്, പിങ്ക്. ഇത്രയും കളേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3 നമ്പറാണ്. ടയർ, ടയർ അല്ലെങ്കിൽ വീൽ. ഓക്കെ, രണ്ടും ചക്രമാണ്. 1 ഇത് നമ്പറാണ്. ദെൻ കളർ,
നിറം, മിസ്റ്റേക്ക് തെറ്റ്, സ്ലോ മെല്ലെ. സോ ഇത്രയും കാര്യമാണ് ഇതിൽ പറഞ്ഞത്. ഇതിലുള്ള ഓരോ വാഹനങ്ങളുടെ പേര് തൊട്ട് കാണിപ്പിക്കുക, അതുപോലെ ഓരോ വാക്കുകൾ പറയും അത് തൊട്ട് കാണിപ്പിക്കും, അതുപോലെ കൊണ്ട് വായിപ്പിക്കും, അതുപോലെ കളേഴ്സ് പിന്നെ നമ്പേഴ്സ് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. സോ നെക്സ്റ്റ് നോക്കാം ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. സോ ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ പാർട്ട് കാണണം. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഫസ്റ്റത്തെ ബുക്കിലെ പാഠം മനസ്സിലായവർക്ക് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ചോദിച്ചാൽ മനസ്സിലാവുള്ളൂ. സോ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി നമുക്ക് നോക്കാം. എന്താ നോക്കാം? പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ഇവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യണം. എവിടെ? ഈ സ്റ്റോറിയിൽ ആ ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യണം. സോ നമുക്ക് നോക്കാം. ടിക്ക് മാർക്ക് ചെയ്യട്ടോ. ബസ് അതുണ്ടോ? യെസ് ഉണ്ട് അല്ലേ. ദെൻ പോലീസ് ഓഫീസർ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് കൗ ഉണ്ട്, കൗ ഉണ്ട്. ഹെൻ ഉണ്ടോ? ഹെന്ന് ഉണ്ട് അല്ലേ. ഡക്ക് ഇല്ല. മൗസ് ഉണ്ട്. ജീപ്പ് ഉണ്ടോ? ഇല്ലല്ലേ. കാർ, യെസ് കാർ ഉണ്ട്. ബിയർ ഉണ്ടോ? ബിയർ ആണ് നമ്മളെ പോലീസ് ഓഫീസർ ആയിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് ബിയർ ടിക്ക് ഇടാം. ദെൻ നെക്സ്റ്റ് ക്രോ ഉണ്ടോ? ഡോഗ് ഉണ്ടോ? റാബിറ്റ് ഉണ്ടോ? ഇങ്ങനെ നിങ്ങൾ ഇതിലുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ട് ഇതുപോലെ ടിക്ക് ഇടാം. ഓക്കെ. സോ അത് നിങ്ങൾക്കുള്ള വർക്കാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾ ഉണ്ടോ നോക്കുക. ക്രോ ഉണ്ടോ? ഡോഗ് ഉണ്ടോ? റാബിറ്റ് ഉണ്ടോ? മങ്കി ഉണ്ടോ? ഗോട്ട് ഉണ്ടോ? ക്യാറ്റ് ഉണ്ടോ? പാരറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഹണി ഡ്രോപ്പ് റീഡ് ആൻഡ് റിജോയ്സ്. സോ ഇതിന് വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്നാണ് ഇതിൻ്റെ ആമുഖമായിട്ട് ഇതിൽ പറയുന്നത്. ഇത് എന്തിൻ്റെ പോർഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിയിൽ ഇതുപോലെ അടിയിലൊരു കഥ നടക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ആ കഥയാണ് ഇവിടെ പിക്ചറായിട്ട് തന്നിട്ടുള്ളത്. സോ നമുക്ക് അതിലുള്ള സെയിം ബസ്സിൻ്റെയും കാറിൻ്റെ ഇടയിൽ നിന്നിട്ടുള്ള വേർഡ്സുകൾ തന്നെയാണ് ഈ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റിൽ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. എന്താണ് രണ്ട് കോഴികൾ നിങ്ങൾക്ക് കാണാം. 2 hens അല്ലേ. 1 is sitting on over the egg for lay and other one is going for a walk and one mouse is looking to the egg. അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. സോ 2 ഹെൻസ് ഉണ്ട്, 2 കോഴികളുണ്ട്. നമ്മുടെ എലി എന്താണ് സൂപ്പറായിട്ട് എങ്ങനെ കോഴി മുട്ട കട്ടെടുക്കും എന്നുള്ളത് നോക്കുകയാണ്. അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളതൊക്കെ നോക്കണം. അപ്പം എന്തോ ഇതിൽ അവിടെ അപകടം പറ്റില്ല. നമ്മുടെ സ്റ്റോറീൻ്റെ അടിയിലുള്ള കഥയാണ് ഇവിടെ പിക്ചറൈസ് ചെയ്ത് തന്നിട്ട്. അപ്പം അതിനിടയിൽ നമ്മുടെ മൗസ് വന്നിട്ട് മുട്ട കട്ടുപോയി. ദ മൗസ് കെയിം ആൻഡ് ടേക്ക് ദ എഗ്. അത് കണ്ട കോഴി സ്റ്റോപ്പ് അവിടെ നിൽക്ക് അല്ലേ. അപ്പോൾ നമ്മുടെ ബസ് തമ്മിൽ ഇടിച്ച സമയത്ത് ഈ മുട്ട എന്തുമായി? നിലത്ത് വീണ് പോകാനായി. നമ്മുടെ കാറിൻ്റെ ലൈറ്റ് മൗസിൻ്റെ തലയിൽ വന്ന് ഇടിച്ചു അല്ലേ. അപ്പം മൗസിന് വേദനയായി. ആൻഡ് നമ്മുടെ ഹെൻ എന്താ പറയണേ? ഹോ മൈ എഗ്സ്, എൻ്റെ മുട്ടകൾ. അപ്പോൾ ഹോ മൈ എഗ്സ്. അപ്പം എന്താണ് വേറൊരു നടക്കാൻ പോയിരുന്നു നമ്മുടെ തുടക്കത്തിലൊരു ഹെന്ന്. ആ ഹെന്ന് വന്നിട്ട് ചോദിക്കുകയാണ് ഈസ് ഇറ്റ് ഓക്കെ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈസ് ഇറ്റ് ഓക്കെ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തുണ്ടായത് നോക്കാം. നമ്മുടെ മറ്റു എലികൾ വന്നിട്ട് കം ഓനവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മറ്റു എലികൾ കേട്ടോ. ഓലെ കയ്യിലെന്തോ ഒരു വടിയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് അപ്പം നമ്മുടെ മറ്റു കോഴി, അതായത് ലേ ചെയ്തിരുന്ന കോഴി വരികയാണ്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, അത് നിൻ്റെ തെറ്റാണെന്ന് പറയാണ്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഐ ആം സോറി. അപ്പം നമ്മുടെ മറ്റു കോഴി പറയാണ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അപ്പം ഇവിടെ രസകരമായിട്ടാണ് പിക്ചറൈസ് ചെയ്യുന്നത്, നിങ്ങൾ കാണുന്നുണ്ടേക്കും. സോ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് വേർ ഈസ് ദ എഗ്, ഡ്രോ ഇറ്റ് ഇൻ ദ സ്യൂട്ടബിൾ പ്ലേസ്. അപ്പോൾ നിങ്ങളോട് എവിടെയാണ് മുട്ട,
നിങ്ങൾ ചിത്രത്തിൽ നേരത്തെ നമ്മൾ വായിച്ചതിൽ കണ്ടത് അവിടെ മുട്ടകൾ വരയ്ക്കാനാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ആദ്യത്തെ ചിത്രത്തിൽ പോകാം. ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ മുട്ടകൾ കണ്ടത് എവിടെയായിരുന്നു? യെസ്, അവിടെ വരക്കേ. നമ്മൾ ടെസ്റ്റിൽ തന്നെ വരക്കുക. ഓക്കെ ഓക്കെ, വരക്കാം. യെസ്, ഇവിടെയാണ് നമ്മൾ മുട്ടനെ കണ്ടത്. അടുത്തതിൽ നമ്മൾ മുട്ടനെ എവിടെ കാണുന്നത്? സോറി പറയുമ്പോൾ മുട്ടനെ എവിടെ കണ്ടത്? യെസ്, ഇവിടെ. നെക്സ്റ്റ് ഈ ചിത്രത്തിൽ മുട്ട എവിടെയായിരുന്നു? മുട്ട എവിടെയായിരുന്നു? ഇവിടെ. ഓക്കെ, ഈ ചിത്രത്തിൽ മുട്ട എവിടെയായിരുന്നു? സോ ഇങ്ങനെയാണ് ഉള്ളത്. സോ നിങ്ങൾ വരക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് ചിത്രത്തിൽ മുട്ട കണ്ട ഭാഗം. സോ ഇങ്ങനെയാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. അതാണ് ഇവിടെ മേലെ ചോദിച്ച ക്വസ്റ്റ്യൻ. സോ ഇത്രയുള്ള നമ്മളെ പാഠഭാഗം. സോ ഇതാണ് ഇവിടെ ആക്ടിവിറ്റീസ് ആയിട്ടുള്ളത്. സിമ്പിളാണ്, കുറച്ച് എന്താ പറയുക, ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. സോ കുറേ ആലോചിക്കാനൊന്നും ഇല്ല. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റ്. സോ ഇതോടുകൂടി ഫസ്റ്റത്തെ യൂണിറ്റ് കഴിഞ്ഞു. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് യൂണിറ്റ് 2.